അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന സിനിമ ലിസ്റ്റിന്റെയാണ്. ലിസ്റ്റിൻ എന്നിവിടുത്തെ ഏറ്റവും വലിയ ഒരു നിർമ്മാതാവും വിതരണക്കാരനും. പക്ഷെ അറിയില്ല, കാരണം ഞാൻ അഭിനയിച്ചിട്ടില്ല. ഫിയോക്കിന്റെ ഔപചാരികമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷന്റെ ലോഗോ ഇതാ പ്രകാശിപ്പിക്കുന്നു. ലാൽ സാറാണ് ചടങ്ങിൽ ലാൽ സാർ പോകരുത്. ആശംസയുടെ വാക്കുകൾ പറയാതെ വിടില്ല. നമസ്കാരം. വൈകിട്ട് ദിലീപ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പടത്തിന്റെ ഒരു ഓഡിയോ ലോഞ്ച് ചടങ്ങുണ്ട്, 6:30 മണിക്കാണ്. ഒന്നും അറിയിക്കാണ്ടായിരുന്നില്ല. അവിടെ തന്നെ പറഞ്ഞു ഓക്കെ ഞാൻ അവിടെ എത്തിയിരിക്കും, ഉറപ്പായിട്ട് എത്തിയിരിക്കും. തന്നെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ചെറിയ ഫാമിലി ഗെറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 7 മണിക്കായിരുന്നു, ഞാൻ 8 മണിക്കത്തേക്ക് മാറ്റി. അങ്ങനെ പുറപ്പെടാൻ വേണ്ടി പെട്ടെന്ന് ചെറിയ ആലോചന മനസ്സിലൊരു ഡൗട്ട് ഒന്നുമില്ല. വേറെ നല്ല ചടങ്ങിന് വരികയാണ്. തീർച്ചയായിട്ടും അതിൽ വന്ന് പങ്കെടുക്കുമ്പോൾ പടത്തിന് വേണ്ടിയിട്ട് തിയേറ്ററിലുള്ള ഒരു നീണ്ട പ്രയാണത്തിന്റെ ആദ്യ പടിയാണ് ഡെഫിനറ്റ്ലി ഓഡിയോ ലോഞ്ച് എന്നുള്ളത്. മിസ്റ്റർ പവിത്രൻ, ഇത്രയും നാളായിട്ട് താങ്കൾക്ക് എന്നെ കാണുമെന്ന് തോന്നിയതേയില്ല. എന്നാൽ എനിക്ക് കാണും. ചെയ്ത് രണ്ടാമത്തെ സിനിമ ഞങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്യാൻ എന്നൊരു പ്ലാൻ. ഞങ്ങൾ പല കഥകളും മാറുകയും, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും സെറ്റ് ചെയ്യുന്ന ഒരു കഥയിലേക്ക് എത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാജേഷ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കഥ പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ സിനിമയായിട്ട് ഞാൻ ചെയ്യാനിരുന്നത് ഫഹദിനെ വെച്ച് തന്നെയുള്ള ഒരു സിനിമയാണ്. പക്ഷെ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നി. പക്ഷെ ഇത് ഫഹദ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ലാതെ ഞാൻ രാജേഷിനോട് ചോദിച്ചു ആരായിരിക്കും നമുക്ക് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോ എന്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഇതല്ലാതെ വേറെയാണ് ഞാൻ ആലോചിച്ചത്. നിങ്ങളെ മാറ്റി പറയാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അറിയില്ല, കാരണം ഞാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. പല വേദികളിലും നമ്മൾ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു കഥ പറയാൻ. അപ്പൊ എനിക്ക് ആദ്യം എന്റെ മനസ്സിൽ വന്നെന്താ വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഫഹദും നിരന്തരം കാണുന്ന വളരെ സിനിമകളും കഥകളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഫഹദിന്റെ അടുത്ത് ഒരു കഥയില്ല, പക്ഷെ ആ കഥ എന്റെ ദിലീപിന്റെ പറയാം. പക്ഷെ കഥ പറയാനുള്ള ധൈര്യം കിട്ടാത്തത് അന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം അതല്ല ബൈക്കെടുത്ത് ഞാൻ ലുലുവിലാണ്. ഇപ്പൊ ആ തട്ടുകട അവിടെ മാറ്റി കൈബർ എന്ന് പറഞ്ഞൊരു തട്ടുകടയാണ്. മസ്ജിദിന് നേരെ ഓപ്പോസിറ്റ്. അപ്പൊ രാത്രി ഒരു 10:30 മണിക്ക് ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എന്റെ തൊട്ടടുത്ത് ഒരു മനുഷ്യൻ ആ 11 മണിക്കും അയാൾ കുളിച്ച് നല്ല വൃത്തിയായിട്ട് കുളി ചെയ്യും, നല്ല സുന്ദരനായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അയാളുടെ കയ്യിൽ ഒരു കട്ടൻ ചായ. ഈ കട്ടൻ ചായ കൂടെ നോർമൽ ശരിയാണ് ക്രേസ് ബിസ്ക്കറ്റ്, ചെറിയ ക്രീമില്ല ക്രേസ് ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റ് കയ്യിൽ വെച്ചിട്ട് കട്ടൻ ചായ കുടിച്ചിരിക്കുന്ന മനുഷ്യൻ അയാൾ ഒരു ഫോൺ, ആ ഫോൺ എടുത്തിട്ട് അയാൾ പറയുന്നത് ഇതാണ്: അമ്മേ, ഞാൻ ചോറുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ചോറ് കഴിഞ്ഞിട്ട് അമ്മയെ തിരിച്ചു. ഞാൻ
തൊട്ടടുത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യൻ കട്ടൻ ചായ ബിസ്ക്കറ്റ്. അപ്പൊ വീണ്ടും ആ സമയത്ത് അയാൾ എന്നെ നോക്കി. അപ്പൊ അമ്മ വീണ്ടും ആ സംസാരം തുടരാൻ ശ്രമിക്കുമ്പോൾ അയാൾ വീണ്ടും പറയും, അമ്മയെ ഞാൻ വിളിക്കാം, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ വെച്ച് ചുറ്റുള്ള ഓഡിയൻസ് എന്നോട് ചിരിയുടെ ബോഡി കുറച്ച് കുറയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ സിനിമ കല്യാണരാമനായിരുന്നു. അപ്പൊ ആ ചിരി തെളിയിക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് 1 മിനിറ്റ് ആ ഒരു ഫ്ലാഷ് ബാക്ക് പോയി. Thank you so much, Dilip sir, Vinit sir, Rajat sir, for giving this opportunity. അപ്പോൾ ഞങ്ങളുടെ പടം പവിത്രത്തേക്ക് April 26 റിലീസ് ആവാണ്. നിങ്ങൾ എല്ലാവരും പടം കാണണം, ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എന്നാണ് സിനിമയിലേക്ക് വിളിക്കുമ്പോ ദിലീപേട്ടനോട് പലരും പറഞ്ഞു ഈ ചെറുക്കന സിനിമയിലൊക്കെ വല്ല കാര്യമുണ്ടോ, അൽസേശോനെ സലികുമാറിനെ ആരെങ്കിലും വെച്ചാൽ പോലും ചോദിച്ചു. പക്ഷെ അന്ന് ദിലീപേട്ടനും ദിലീപേട്ടന്റെ അനിയനും നമ്മുടെ വ്യാസൻ ഇടവനക്കാടും റോഷൻ ചിറ്റൂരൊക്കെയാണ് ദിലീപേട്ടനോട് കൂടുതൽ പറഞ്ഞതും ദിലീപേട്ടനും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ സിനിമയിൽ നിർത്തുന്നത്. അത്രയും ഇത് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ സിനിമയിൽ ദിലീപേട്ടൻ്റെ കൂടെ വരുമ്പോൾ ദിലീപേട്ടൻ്റെ കൂട്ടിലിട്ട് വേറെ ആയിരുന്നു. ഞാൻ വന്നപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദിലീപേട്ടൻ എന്നെ കൈവിട്ടില്ല. അതുകൊണ്ട് ദിലീപേട്ടൻ ഞാൻ ഒരിക്കലും കൈവിടില്ല. എന്റെ ജീവിതത്തിൽ ഒരിക്കലും എന്റെ മരണം വരെ കൈവിടില്ലാത്ത ഒരാളാണ് അദ്ദേഹം. പ്രസിഡന്റായ വിജയകുമാർ വിജയനോട് പ്രസംഗിക്കുകയുണ്ടായി, എന്നെ കുറിച്ച് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഫിയോക് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഷോ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള പരിമിതികളൊക്കെ ഉണ്ട്. അപ്പൊ കണ്ടുപിടിച്ച വിജയേട്ടന്റെ ഒരു ആശയം തന്നെയായിരുന്നു. ഇന്നൊന്നിലെ തുടങ്ങിയതല്ല, ശരിക്കും ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് വിജയേട്ടൻ സംസാരിക്കുന്നത് ലിയോ എന്ന സിനിമ വിതരണത്തിനടുത്ത് തുടങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. പിന്നീടാണ് നമ്മളൊരു ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വന്ന സമയത്ത് ജനറൽ ബോഡിയിൽ വെച്ച് അങ്ങനെ ഒരു തീരുമാനം പറയുകയൊക്കെ ചെയ്തു. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് എന്റെ അടുത്ത് വിജയേട്ടൻ ചോദിച്ചത്, ദിലീപ്ജിയുടെ സിനിമകൾ എങ്ങാനും നമ്മൾക്ക് എങ്ങനെയാ? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സിനിമ 10-21 വർഷമായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മേഖലയിലുള്ള ആൾക്കാരാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന സിനിമ ലിസ്റ്റിന്റെയാണ്. ലിസ്റ്റിൻ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു നിർമ്മാതാവും വിതരണക്കാരനാണ്, തിയേറ്റർ ഉടമയും. അവ ലിസ്റ്റിന്റെ പടം എന്തായാലും വരില്ല ഇതിലേക്ക്, കാരണം ലിസ്റ്റിന് സ്വന്തമായിട്ടുള്ള പ്രസ്ഥാനമുണ്ട്. പിന്നെ ചെയ്യുന്നത് ഗോകുലത്തിന്റെ പടങ്ങളാണ്. അപ്പൊ അതൊന്നും അടുത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് ഈ സിനിമ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. സത്യം പറഞ്ഞാൽ തിയേറ്റേഴ്സ് അസോസിയേഷന്റെ വളരെ പിന്തുണയും അതൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. തിയേറ്റർ അസോസിയേഷൻ മെമ്പേഴ്സിന് തിയേറ്റർ അസോസിയേഷന് ഇരിക്കാനൊരു അല്ലെങ്കിൽ മെമ്പേഴ്സിനൊക്കെ ഇരിക്കാനുള്ള ഒരു സ്ഥലം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലെ മെമ്പേഴ്സിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു, അല്ലാതെ മറ്റുള്ള പല ആളുകൾ വേറെ രീതിയിലൊക്കെ വളച്ചൊടിക്കാനും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല. ഒരു നന്മ മാത്രം കണ്ടാണ് പുതിയ സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത്.